പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൃത്യമായ വഴികാട്ടിയാണ്. അള്ളാഹുവിൻ്റെ നിയമത്തുകളെക്കുറിച്ച് അത് ഓർമ്മിപ്പിക്കും, അവൻ്റെ അദാബുകളെക്കുറിച്ച് ബോധവാന്മാരാക്കും, അവൻ്റെ കാരുണ്യവും മറ്റനേകം വിശേഷണങ്ങളെയും നമുക്ക് മനസ്സിലാക്കി തരും. ഖുർആനിൽ സുലൈമാൻ അലൈഹിസ്സലാം ഒരു ഉറുമ്പിൻ്റെ താഴ്വാരത്തുകൂടി പോകുന്ന ഒരു സംഭവമുണ്ട്. ഹത്താ ഇദാ അത്തൗ അലാ വാദിൻ നംലി ഖാലത്ത് നംല. അദ്ദേഹം ഒരു ഉറുമ്പിൻ താഴ്വാരത്തുകൂടി പോകുമ്പോൾ ഒരു തള്ളയുറുമ്പ് പറയും, യാ അയ്യുഹൻ നംലു, ഉറുമ്പിൻ സമൂഹമേ, ഉദ്ഖുലു മസാക്കിനക്കും ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. അറിയാതെ സുലൈമാനും അവൻ്റെ സൈന്യങ്ങളും നിങ്ങളെ ചവിട്ടി അരക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ കൂടുകളിലേക്ക് പോയിക്കൊള്ളൂ. ഇത് കേട്ടപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാമിന് വല്ലാത്ത ഒരു ചിരി വരും. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹ. ആ തള്ളയുറുമ്പിൻ്റെ വർത്തമാനം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാമിന് നിറഞ്ഞ ഒരു പുഞ്ചിരി വരും. ഉടനെ സുലൈമാൻ അലൈഹിസ്സലാമിന് ഓർമ്മ വരുന്നത് അള്ളാഹു ചെയ്ത നിഅമത്തുകളെക്കുറിച്ചാണ്. ഈ ഒരു കാഴ്ച സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ പെട്ടെന്ന് കൊണ്ടുവന്നത് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഉടനെ അദ്ദേഹം പ്രാർത്ഥിക്കും, വഖാല റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്ത നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള പ്രചോദനം നീ നൽകണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. തള്ളയുറുമ്പിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മാതാപിതാക്കളെയാണ് ഓർമ്മ വന്നത്. അള്ളാഹു അദ്ദേഹത്തിനും മാതാപിതാക്കൾക്കും നൽകിയ നിഅമത്തുകളാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ പിതാവായ ദാവൂദ് അലൈഹിസ്സലാമിനെക്കുറിച്ച് ഒരു സംഭവം സൂറ സ്വാദിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തർക്കിച്ചുകൊണ്ട് രണ്ടാളുകൾ വരും. ഒരാൾ പറയുന്നത്, എൻ്റെ ഈ സഹോദരൻ്റെ കയ്യിൽ 99 ആടുകളുണ്ട്, എൻ്റെ കയ്യിൽ ഒരാട് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ സഹോദരൻ എൻ്റെ ആടിനെ കൂടി അവകാശപ്പെടുകയാണ് എന്ന ഒരു തർക്കം ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വരും. ആ തർക്കം കേട്ട് ദാവൂദ് അലൈഹിസ്സലാം അതിൽ വിധി പറയും. പക്ഷേ അത് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നു, വലന്ന ദാവൂദു അന്നമാ ഫതന്നാഹു. ദാവൂദിന് ബോധ്യപ്പെട്ടു അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ് എന്ന്. ഫസ്തഗ്ഫറ റബ്ബഹു. അദ്ദേഹം റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു. വഖറ റാക്കിഅൻ വഅനാബ്. അദ്ദേഹം റുക്കോയിലായി വീഴുകയും കുമ്പിട്ട് വീഴുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു. ഈ തർക്കം ദാവൂദ് അലൈഹിസ്സലാമിന് എന്തോ ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തി. ഉടനെ തന്നെ അദ്ദേഹത്തിന് തോന്നി, ഇതെൻ്റെ റബ്ബ് എൻ്റെ ഒരു സംഗതിയെ ഓർമ്മിപ്പിക്കുകയാണല്ലോ, എൻ്റെ അടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ടല്ലോ എന്ന് കരുതി ദാവൂദ് അലൈഹിസ്സലാം ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങി. ഇങ്ങനെയാണ് വിശ്വാസികൾ. അവരുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന എല്ലാം, അവർ കാണുന്ന കാഴ്ചകൾ, അവർ കേൾക്കുന്ന സംസാരങ്ങൾ, അതൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളായിട്ടാണ്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന വഴിയിലേക്കുള്ള ചൂണ്ടുപലകകളായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. സൂറ യൂസുഫിൽ അള്ളാഹു പറയുന്നുണ്ട്, വക അയ്യിം മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹ. എത്രയെത്ര ആയത്തുകളാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത്. വഹും അൻഹ മുഅരിളൂൻ. അവരതിനെ അവഗണിച്ചുകൊണ്ട് ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയെത്ര ആയത്തുകളുണ്ട്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ നല്ലവണ്ണം ശ്രദ്ധിക്കാനും ആ ആയത്തുകളുടെ വെളിച്ചത്തിൽ അവനിലേക്ക് അടുക്കാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.